ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഹോം ടൂറാണ്. ഹോം ടൂർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് വീടിൻ്റെ ഫ്രണ്ട് വശമാണ്. ഇവിടെ രണ്ട് സൈഡിലും കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഉള്ളിലേക്ക് പോയി നോക്കാം. ടെറസിന് മീതെ ഇതേ ഒരു മയിൽ നിൽക്കുന്നുണ്ട്. വീഡിയോ എടുക്കാൻ വേണ്ടി അടുത്ത് ചെന്നപ്പോഴത്തേക്കും പറന്നുപോയി. അപ്പോൾ ഇതാണ് വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ. വീടിനോട് ചേർന്ന് ഇവിടെ ഒരു സൈഡിൽ മാവുണ്ട്. അതിൽ എല്ലാ ഇയറിലും ഒരുപാട് മാങ്ങ ഉണ്ടാവാറുണ്ട്. ഗോമാവാണ് കേട്ടോ. ഇനി ഉള്ളിലേക്ക് കയറാം. നേരെ കയറുന്നത് ഹാളാണ്. ഇവിടെ സൈഡിൽ ഒരുപാട് ഫോട്ടോസ് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അച്ഛൻ്റെയും അമ്മയുടെയും എൻ്റെയും അനിയൻ്റെ ഫാമിലി ഫോട്ടോസ് എല്ലാം ഒരുപാട് ഫോട്ടോസ് ഷോക്കേസിലുണ്ട്. ഹാളിൽ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ പൂജാമുറിയാണ്. പൂജാമുറിയിൽ നിന്ന് നേരെ പോകുന്നത് അമ്മ കിടക്കുന്ന റൂമിലേക്കാണ്. ഇതാണ് അമ്മയുടെ ബെഡ്റൂം. ഈ അലമാര അമ്മയ്ക്ക് ഒരുപാട് കാലം മുമ്പ് എന്നെ ഡെലിവറി കഴിഞ്ഞ് വരുമ്പോൾ അമ്മയുടെ വീട്ടിൽ നിന്ന് കൊടുത്തതാണ് കേട്ടോ. ഒരു 24 വർഷമായി അലമാര അമ്മയുടെ കൂടെ. ഇപ്പോഴും ഒരു കംപ്ലൈൻസോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നന്നായിട്ടിരിക്കുന്നുണ്ട്. അമ്മ കിടക്കുന്ന റൂമിൻ്റെ ഓപ്പോസിറ്റായിട്ട് മറ്റൊരു റൂമും കൂടെ ഉണ്ട്. ബെഡിൽ ഇതേ ദീന ഇങ്ങനെ നടക്കുന്നുണ്ട്. വീഡിയോ എടുക്കാനൊന്നും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഓരോന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ടും ഒക്കെ നടക്കുകയാണ്. ഈ റൂമിൽ ഞാനും അദ്വിയും ബദ്രിയാണ് കിടക്കുന്നത്. ഇവിടെ അമ്മയുടെ തയ്യൽ മെഷീൻ വെച്ചിട്ടുണ്ട്. അമ്മ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യും. അമ്മയുടെ മെഷീനാണത്. ഇതിവിടെ ഉണ്ടായിട്ടുള്ള റോസാപ്പൂവാണ്. അതങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ ബദ്രി പൊട്ടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ. ഈ ഫോട്ടോയിൽ കാണുന്നത് ഞാനാണ്. എൻ്റെ ചെറുപ്പത്തിൽ 6 മന്തിലെ ഫോട്ടോസാണത്. ഇവൻ വീഡിയോ എടുക്കാൻ ഒന്നിനും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അവൻ ബെഡിൽ കയറി ഇരിക്കുക, ഞാൻ വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല, അമ്മ പോയിക്കോന്നൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ പറയുന്നുണ്ട്. ഈ ബെഡ്ഷീറ്റ് മീഷോന്ന് മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ. ബെഡ്ഷീറ്റിൻ്റെ ഭംഗി കണ്ട് മേടിച്ചതാണ്. നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള ബെഡ്ഷീറ്റാണ്. ഇനി പോകുന്നത് ഡൈനിങ് ഹാളിലേക്കാണ്.
ഇത് ക്യാരം ബോർഡാണ് കേട്ടോ. ഫസ്റ്റ് ടേബിൾ അമ്മയും അനിയനൊക്കെ നന്നായി ക്യാരംസ് കളിക്കും. പിന്നെ മേമയും മക്കളും എല്ലാവരും വരുമ്പോൾ, കസിൻസൊക്കെ വരുമ്പോൾ കളിക്കാറുണ്ട്. ഈ വാഷ് ബേസിൻ്റെ അവിടുത്തെ കണ്ണാടി മേമയുടെ ഹസ്ബൻഡ് പണിതതാണ്. ഷോക്കേസിൽ പിന്നെ കുറേ ഗ്ലാസ് ഐറ്റംസ് കാര്യങ്ങളൊക്കെയാണുള്ളത്. ഡൈനിങ് ഹാളിൽ നിന്ന് റൈറ്റിലേക്കൊരു റൂമും കൂടെ ഉണ്ട്. ഇവിടെയാണ് ഇപ്പോൾ അനിയൻ കിടക്കുന്നത്. ഇത് അവൻ്റെ ചെറുപ്പത്തിലെ ഫോട്ടോ. ഈ 2 ഫോട്ടോസ് ഞാൻ അവൻ്റെ ഒരു ഫോട്ടോ, കുഞ്ഞി ഫോട്ടോ ഒരു ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. മറ്റേ വലിയ ഫോട്ടോ ഇപ്പോൾ കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. ഇവിടെ റൂമിൽ അറ്റാച്ച്ഡ് ഒരു ടോയ്ലറ്റും കൂടെ ഉണ്ട്. പിന്നെ റൂമിൽ നിന്ന് നേരെ ഡൈനിങ് ഹാളിൽ നിന്ന് നേരെ നമ്മൾ കയറുന്നത് കിച്ചണിലേക്കാണ്. ഇതാണ് കിച്ചൺ. ഇവിടുന്ന് ഇങ്ങനെ പുറത്തേക്ക് നോക്കിയാൽ വീടിൻ്റെ ഫ്രണ്ടിലുള്ള വ്യൂ ആണ് കേട്ടോ അത്. ഫ്രണ്ടിലൂടെ വണ്ടികൾ പോകുന്നതും ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. ഇതിൻ്റെ മേളിലെ ഷെൽഫും കാര്യങ്ങളൊക്കെ എന്താ സംഭവിച്ചത്, എന്താ ഉണ്ടായെന്നുള്ളത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ഇനി നേരെ പോകുന്നത് വർക്ക് ഏരിയയിലോട്ടാണ്. പാത്രങ്ങൾ കാര്യങ്ങളൊക്കെ കഴുകുന്നതും പാത്രങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വയ്ക്കുന്നതും ഇവിടെയാണ്. അവിടെ കുക്കിംഗ് മാത്രമേ ഉള്ളൂ. ഇത് അടുപ്പ് കത്തിക്കുന്നതും നമ്മളിവിടെയാണ് കേട്ടോ. വർക്ക് ഏരിയയോട് ചേർന്ന് തന്നെയാണ് സ്റ്റോർ റൂം. ഇവിടെ എല്ലാ സാധനങ്ങളും നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഒരു സ്പേസാണ്. എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടാവും. ആവശ്യമില്ലാത്ത സാധനങ്ങൾ, അല്ലാതെയുള്ള പാത്രങ്ങൾ, കുറേ ബാലൻസ് ആയിട്ടുള്ള ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഇവിടെയാണ് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത്. കുടത്തിലൊക്കെ പുളിയാണ്. അമ്മയുടെ വീട്ടിൽ നിന്ന് ആണ് പുളി കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക. ഇവിടെ ഡ്രസ്സ് അലക്കൽ കാര്യങ്ങളൊക്കെ ഇവിടെ പുറത്താണ്.
പിന്നെ ഇവിടെ പുറത്തും ഒരു ടോയ്ലറ്റ് ഉണ്ട് കേട്ടോ, ആ സൈഡിലായിട്ടൊരു ടോയ്ലറ്റ് ഉണ്ട്. ഇവിടെയാണ് അമ്മ യൂസ് ചെയ്യാറില്ല. ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന ടൈമിലായിരുന്നു അമ്മയുടെ യൂസിങ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് എൻ്റെ വീട്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.